ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 34 സൈസ് പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 1.25 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണിയാണ് ഈ എടുത്തിരിക്കുന്നത്. തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 15 ഇഞ്ച് ഈ മടക്ക് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വണ്ണം പറഞ്ഞിരിക്കുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ 4+1 ഇഞ്ച് 10.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഷോൾഡർ എടുത്തിരിക്കുന്നത് 5 ഇഞ്ച്. കൈക്കുഴി സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത് 5 ഇഞ്ച്. കൈക്കുഴി മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ വീണ്ടും വണ്ണം മാർക്ക് ചെയ്യുക 10.5 ഇഞ്ച്. അതിനേക്കാളും 1 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ച് ബോട്ടത്തിലോട്ട് മാർക്ക് ചെയ്യുക. ഇതേപോലെ കൈക്കുഴി വരച്ചുകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ അകലം നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അതിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ചാണ്. ഇതേപോലെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് കഴുത്ത് മാർക്ക് ചെയ്ത് നമുക്ക് ബാക്ക് വശത്തെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശത്തെ പാർട്ട് കട്ട് ചെയ്യുന്നതിനായിട്ട് തുണി നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഓപ്പൺ വരുന്ന ഭാഗത്തോട്ട് ബാക്ക് വശത്തെ വെട്ടിയ പാർട്ടിൻ്റെ കഴുത്തിരിക്കത്തക്ക രീതിയിൽ ഫ്രണ്ട് വശം ഓപ്പൺ ആയതുകൊണ്ടാണ് ഇതേപോലെ തുണി നമ്മൾ തിരിച്ചിട്ടുകൊണ്ട് ബാക്ക് വശത്തെ പാർട്ട് വെട്ടിയതെടുത്ത് ഇതേപോലെ ഈ തുണിയുടെ പുറത്തോട്ടായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ കഴുത്തിൻ്റെ ഭാഗം മാർക്ക് ചെയ്യേണ്ടടുത്ത്, അതായത് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടുകൊണ്ട് വേണം നമ്മൾ തുണി ബാക്ക് വശത്തെ പാർട്ട് എടുത്ത് വെക്കാൻ. ഇനി നമുക്ക് കൈയുടെ ലെങ്ത് ആണ് നോക്കിയത്. കൈയുടെ ലെങ്ത് നമുക്ക് 3/4 ആണ്, അതായത് മുട്ടിൻ്റെ അടുത്ത് വരെയുള്ള ലെങ്ത് ആണ് വേണ്ടുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി, ഷോൾഡർ, കഴുത്തിൻ്റെ അകലം ഇതെല്ലാം ബാക്ക് വശത്തെ പാർട്ടിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത് ബാക്ക് വശത്തെക്കാട്ടിൽ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുക. വണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് വണ്ണം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. താഴെ ബോട്ടം വരുന്നിടത്ത് 10.5യുടെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർക്കുക. കൈക്കൂടെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കുക. ഇതേപോലെ എന്നിട്ടൊന്ന് മാർക്ക് ചെയ്തിടാം. താഴെ ഷേപ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിടുക. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് ഉള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വശത്തെ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് എടുക്കേണ്ടത് 6.5 ഇഞ്ചാണ്. ഫ്രണ്ട് വശത്തെ കഴുത്ത് മാർക്ക് ചെയ്ത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തത് ഹുക്കും ഹോളും പടി വെക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കൈക്കുഴി നമ്മളൊരു 1/2 ഇഞ്ചും കൂടി കുഴിച്ച് വെട്ടുക. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന തുണി ഇതേപോലെ ഒന്നുകൂടി മടക്കിയിടുക. ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണ്. കൈ ലൂസാണ് നമ്മൾ ഈ മടക്കിയിട്ടിരിക്കുന്നത്. 9 ഇഞ്ച് കൈ ലൂസ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് കൈ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കർവിനായിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 3 ഇഞ്ച് മടക്ക് ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കർവിലേക്ക് ഇതേപോലൊന്ന് കൈക്ക് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ബോട്ടം പറഞ്ഞിരിക്കുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 4.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ആ കർവിലോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വശവും ബാക്ക് വശവും കൈയും നല്ല തുണിക്കകത്തോട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ കൈയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നല്ല തുണിക്കകത്ത് തുണി 2ആയിട്ട് മടക്കി 4ആയിട്ട് ഇട്ടിട്ട് ഇതേപോലെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ബാക്ക് വശം, ഫ്രണ്ട് വശം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ട് ചെയ്യുന്നതിനായിട്ട് ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റ് പോയിൻറ്റ് അത് 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർക്കുക. 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴോട്ട് ഡാട്ട് പോയിൻ്റായിട്ട് വരേണ്ടത് 2.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുക. ഇനി കഴുത്തിൻ്റെ അടുത്ത് നിന്നുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് വണ്ണത്തിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 34നെ 10 കൊണ്ട് 3.4
പ്ലസ് 1/2 ഇഞ്ചും കൂടി ചേർക്കുക. അപ്പോൾ 3.9 അത് മാർക്ക് ചെയ്യുക. നേരെ താഴോട്ട് മാർക്ക് ചെയ്തിടുക. താഴെ എടുക്കേണ്ടത് 3.9ൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 3.4 മാർക്ക് ചെയ്യുക. ഇനി ഇത് കൈക്കുഴിയിലോട്ട് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കർവ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് എടുക്കേണ്ട വിഡ്ത്ത് പറയുന്ന 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് ഇതൊരു കർവായിട്ട് പ്രിൻസസ് കട്ടിൻ്റെ കർവായിട്ട് വരച്ചുകൊണ്ട് ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് പ്രിൻസസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഹുക്കിനും ഹോളിനും ആവശ്യമായിട്ടുള്ള പടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം 1 ഇഞ്ച് വീതിയിലും ഒരെണ്ണം 1.5 ഇഞ്ച് വീതിയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശത്തെ കഴുത്തിൽ വെക്കേണ്ട പടിയാണിത്. 1.5 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കഴുത്തിൽ ഇങ്ങനെ പടി വെച്ചുകൊണ്ട് അതിനകത്ത് കുഞ്ചല ഹാങ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴ്വശത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രണ്ടിലത്തേക്കും ബാക്ക് വശത്തേക്കും താഴ്വശത്തേക്ക് ആവശ്യമായിട്ടുള്ള പടിയാണിത്. 1.5 ഇഞ്ച് വീതിയിലാണ് ഈ പടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കഴുത്തിനകത്ത് വെക്കാനുള്ള ക്രോസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. 3/4 ഇഞ്ച് വീതിയിലുള്ള ക്രോസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കഴുത്തിൻ്റെ ഇടഭാഗത്ത് വരത്തക്ക രീതിയിൽ തയ്ക്കത്തക്ക രീതിയിലാണ് ഈ ക്രോസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പുള്ള വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇതേപോലെ ക്രോസ് കട്ട് ചെയ്തുകൊണ്ട് കഴുത്ത് തയ്ക്കുന്ന വിധം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇതിനകത്ത് ചെയ്ത് കാണിക്കാം. കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.